ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ, നമ്മളൊരു യാത്ര പോവാണ്. ഒരുപാട് നാളെ കാത്തിരുന്ന യാത്ര ആയതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം എക്സൈറ്റ്മെൻ്റ് ആണുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു നിർത്തിയൊരു കാര്യം ഓർക്കുന്നുണ്ടോ? ഒരു ബ്ലെസ്സിങ്ങിനെ പറ്റി. ഇനി സസ്പെൻസ് വയ്ക്കുന്നില്ല, ഇപ്പം തന്നെ പറഞ്ഞേക്കാം. ഞാനൊരു ആയുർവേദ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ BAMSന് ശേഷം എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു ഒരു PG. കഴിഞ്ഞൊരു വർഷത്തെ സ്ട്രഗിൾ, അതിൻ്റെ ഒരു ഔട്ട്പുട്ടാണ് ഈ ഒരു സീറ്റ്. ഈ ഒരു മൊമെൻറ്റിൽ ഞാൻ കടപ്പെട്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എൻ്റെ പാരൻസ്, ടീച്ചേഴ്സ്, ഫ്രണ്ട്സ്, അതിലെല്ലാം ഉപരി ദൈവം. മൂപ്പരോട് നന്ദി പറയാനാണല്ലോ നമ്മൾ അന്നൊരു യാത്ര പോയത്. ഈ ഒരു ജേണിയെപ്പറ്റി ഞാൻ പറഞ്ഞു തുടങ്ങിയാൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതിനുള്ള സമയമില്ലാത്തത് കൊണ്ട് തൽക്കാലം നമുക്കതിവിടെ നിർത്താം. സോ ഇനിയുള്ള 3 വർഷം തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു പറിച്ചു നടലാണേ. ചുരുക്കി പറഞ്ഞാൽ ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ്. അങ്ങനെ 6 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി. പുതിയൊരു തുടക്കമാണല്ലോ, അതുകൊണ്ട് ഒന്നിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് കുറച്ച് ഷോപ്പിംഗ് പെൻഡിങ് ഉണ്ട്, എങ്കിൽ അവിടെ നിന്ന് തന്നെ തുടങ്ങിയേക്കാം. അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ പോയത് ഒരു രസവട ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നേ. എന്തോ പറഞ്ഞത്ര ഹൈപ്പൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ലായിരുന്നു. അങ്ങനെ ഇന്നത്തെ കറക്കം മതിയാക്കി. ഇനി നമുക്കൊന്ന് ഫ്രഷ് ആവാം. ഒരു കുളി കഴിഞ്ഞപ്പോൾ എന്തൊരാശ്വാസം. ഇനി നമുക്ക് സാധനങ്ങളെല്ലാം അങ്ങ് എടുത്തു വെച്ചേക്കാം. അങ്ങനെ ഇവിടുത്തെ കലാപരിപാടികളൊക്കെ അവസാനിപ്പിച്ച് നേരെ കിച്ചണിലേക്ക്. പിന്നെ അവിടെ ഒരു മേളമായിരുന്നു. ചക്കിക്കൊത്ത ശങ്കരൻ എന്ന പോലെ 2 പേർക്കും ഒന്നും അറിയാത്തത് കൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ഒരുപാട് പരതലിനൊടുവിൽ ഞങ്ങളൊരു തീരുമാനത്തിലെത്തി. നമുക്കിന്ന് ദോശ മതി. കയ്യിലുള്ള സാധനങ്ങളെല്ലാം വെച്ച് തട്ടിക്കൂട്ടി ഞങ്ങളൊരു ഡിന്നർ ഒപ്പിച്ചു. ഞങ്ങൾ തന്നെ സ്വന്തമായി ഉണ്ടാക്കിയതുകൊണ്ടാണെന്നറിയില്ല, ഭയങ്കര രുചിയായിരുന്നു. അതോ ഇനി വിശപ്പ് കൂടിയിട്ടാണോ? ആർക്കറിയാം. എന്തായാലും ഫുഡെല്ലാം റെഡിയായി. ഇനി ഒരു മെയിൻ സെഷൻ ബാക്കിയുണ്ട്, ഫോട്ടോ സെഷൻ. അങ്ങനെ ഡിന്നർ പരിപാടിയും കഴിഞ്ഞു. നാളെ നമുക്ക് നേരത്തെ എഴുന്നേക്കണം. അപ്പോൾ ഗുഡ് നൈറ്റ്. ഡേ പോയി ഡാ വന്നു.